സ്ത്രീകൾക്ക് ഈ ശീലങ്ങൾ ഉണ്ടാകരുത്. ഈ ശീലങ്ങൾ ദാരിദ്ര്യം കൊണ്ടുവരുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എന്ത് ജോലികൾ ചെയ്യുന്നതിലൂടെ വീട്ടിൽ പുരോഗതി ഉണ്ടാകും. വീട് ധനികരുടെ ഒരു കുടുംബമായി മാറും. സ്ത്രീകൾ എന്ത് ഇത്തരം ജോലികൾ ചെയ്യുന്നതുകൊണ്ട് അവളുടെ ഭർത്താവ് പെട്ടെന്ന് കോടീശ്വരനാകും. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ദേവീദേവതകൾ കോപത്തോടെ വീട്ടിൽ നിന്ന് പുറത്തുപോകും എന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആദ്യം കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. വീടിന്റെ സുഖസമ്പത്ത് ആ വീടിന്റെ സ്ത്രീയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു, പുരാതന കാലം മുതൽക്കേ മുതിർന്നവർ വീട്ടിലെ സ്ത്രീയെയും മരുമകളെയും ലക്ഷ്മിയുടെ രൂപമായിട്ടാണ് കണ്ടിരുന്നത്. ഒരു സ്ത്രീക്ക് ഒരു വീടിനെ സ്വർഗമാക്കി മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ അതെ, സ്ത്രീക്ക് ആ വീടിനെ നരകവുമാക്കി മാറ്റാൻ കഴിയും. ഏത് സ്ത്രീയാണോ വീട്ടിലെ എല്ലാ ജോലികളും വീട്ടിലുള്ള എല്ലാവരെയും ഉത്തരവാദിത്തത്തോടെ ശ്രദ്ധിക്കുന്നത്, ആ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും നിലനിൽക്കുമെന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ജോലികൾ സ്ത്രീകൾ ഒരിക്കലും ചെയ്യരുത്. ഈ ജോലികൾ സ്ത്രീകൾ ചെയ്യുന്നതുകൊണ്ടാണ് വീട് നരകമായി മാറുന്നത്. ഇത് ഞങ്ങൾ പറയുന്ന കാര്യമല്ല, നമ്മുടെ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏത് മരുമകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ എന്തുകൊണ്ടാണ് കോടീശ്വരന്മാരും ദരിദ്രരായി മാറുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. സ്ത്രീകൾക്ക് നീണ്ട മുടി ഉണ്ടായിരിക്കുന്നത് വളരെ മംഗളകരമായ കാര്യമാണ്. എന്നാൽ സ്ത്രീകളുടെ മുടി അരക്കെട്ടിന് താഴെ തൂക്കിയിടരുത്, അതായത് അഴിച്ചിടരുത്. നിങ്ങൾക്ക് നീണ്ട മുടി ഉണ്ടെങ്കിൽ പോലും മുടി മടക്കി അരക്കെട്ടിന് മുകളിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. മുടി എപ്പോഴും അരക്കെട്ടിന് മുകളിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാതെ മുടി അഴിച്ചിട്ടാൽ ആ വീട്ടിൽ ദുരദൃഷ്ടം അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഇവ എല്ലാം അശുഭകരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ തങ്ങളുടെ മുടി ഒരിക്കലും അഴിച്ചിടാൻ പാടില്ല. മുടി എപ്പോഴും പിന്നലായി പിന്നി കൊള്ളണം. അതുപോലെ ഏത് വീട്ടിൽ സ്ത്രീകൾ ചൂലുകൊണ്ട് ചവിട്ടുന്നുവോ, ചൂലിനെ മറികടക്കുന്നുവോ, അല്ലെങ്കിൽ ചൂലുകൊണ്ട് ഏതെങ്കിലും മൃഗങ്ങളെ അടിക്കുന്നുവോ, അവിടെ ലക്ഷ്മി ദേവി ഒരിക്കലും നിലനിൽക്കില്ല. അത്തരം വീട്ടിൽ എപ്പോഴും രോഗങ്ങൾ വന്നു കൊണ്ടേയിരിക്കും. കാരണം ലക്ഷ്മി ദേവിക്ക് ചൂലുമായി ബന്ധമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചൂലിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഏത് വീട്ടിൽ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാലുകൾ ആട്ടുകയാണെങ്കിൽ ആ വീട് എന്നെങ്കിലും ഒരു ദിവസം അഗാധമായ താഴ്ചയിലേക്ക് പോകും. ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരും. അതിലൂടെ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകും. വീട്ടിൽ മുതിർന്നവർ ആരായാലും അവർക്ക് തങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ അവർ ചെയ്യുന്ന തൊഴിലിലും നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ അടുപ്പിൽ എച്ചിൽ പാത്രങ്ങൾ അങ്ങനെ തന്നെ വെച്ച് പാചകം ചെയ്യരുത്. പലരും ഭക്ഷണം ഇല്ലാത്തപ്പോഴും ഒഴിഞ്ഞ പാത്രങ്ങൾ അതുപോലെ അടുപ്പിൽ വെച്ച് പോകുന്നു. രാത്രി സമയത്തും ഒഴിഞ്ഞ പാത്രങ്ങൾ അടുപ്പിലോ അല്ലെങ്കിൽ അടുക്കളയിലോ അതുപോലെ വെച്ച് പോകുന്നു. അങ്ങനെയുള്ള തെറ്റ് സ്ത്രീകൾ ഒരിക്കലും ചെയ്യരുത്. രാത്രി സമയത്ത് എച്ചിൽ പാത്രങ്ങൾ അടുപ്പിന് മുകളിലോ അല്ലെങ്കിൽ സിങ്കിലോ അല്ലെങ്കിൽ അടുക്കളയിലോ അതുപോലെ വെച്ച് പോകരുത്. ആ പാത്രങ്ങൾ കഴിച്ചതിനു ശേഷം ഉടൻ തന്നെ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. ആരെല്ലാം ശബ്ദമുണ്ടാക്കി വാതിലുകൾ തുറക്കുന്നുവോ അല്ലെങ്കിൽ വാതിലുകൾ അടയ്ക്കുന്നുവോ ആ വീട്ടിൽ നിന്ന്
സമ്പത്തിന്റെ ദേവിയായ ശ്രീ മഹാലക്ഷ്മി. ദേവി കോപത്തോടെ പുറത്തുപോകും. സ്ത്രീകൾക്ക് ഈ ശീലമുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഉപേക്ഷിക്കുക. കാരണം അത് വളരെ മോശം ശീലമാണ്. നിങ്ങളുടെ വീടിനെ നശിപ്പിക്കും. അങ്ങനെയുള്ള വീട്ടിലേക്ക് ലക്ഷ്മി ദേവി പ്രവേശിക്കുകയില്ല. ഒരുപക്ഷേ ആ വീട്ടിൽ ലക്ഷ്മി ദേവി ഉണ്ടെങ്കിൽ പോലും ഉടൻ തന്നെ ആ വീട് വിട്ട് പുറത്തുപോകും. ഏത് വീട്ടിലാണോ സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം 6 മണിക്ക് വീട് തൂത്തുവാരുന്നത്, വീട് വൃത്തിയാക്കുന്നത്, അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് ദുർഭാഗ്യം പ്രവേശിക്കും. പണവും ധാന്യങ്ങളും ദൗർലഭ്യമാകും. അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് വീട് വൃത്തിയാക്കി ശുചിയാക്കുന്ന ശീലം വളർത്തണം. അതുപോലെ ഏത് വീട്ടിലാണോ സ്ത്രീകൾ അർദ്ധരാത്രി വരെ ഉറങ്ങാതെ ഇരിക്കുന്നത്, അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. അവരുടെ ക്ഷമയില്ലായ്മയ്ക്ക് ഇത് തന്നെയായിരിക്കും കാരണം. ഏത് സ്ത്രീയാണോ രാവിലെ ഉണർന്നതിനു ശേഷം വീട് വൃത്തിയാക്കാത്തത്, അങ്ങനെയുള്ള വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും കാൽ കുത്തുകയില്ല. വീട്ടിലെ സ്ത്രീകൾ രാവിലെ ഉണർന്നതിനു ശേഷം വാതിൽ വൃത്തിയാക്കിയ ശേഷം വെള്ളം തളിച്ച് കോലം വരയ്ക്കണം. അതിനുശേഷം കുളിച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തണം. അങ്ങനെയുള്ള വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും സ്ഥിരമായി വസിക്കും. സ്ത്രീകൾ മോശം വാക്കുകൾ സംസാരിക്കുന്നതോ ഉറക്കെ സംസാരിക്കുന്നതോ കുടുംബത്തിന് ശാപമായി മാറും. അങ്ങനെയുള്ള സ്ത്രീകൾ എവിടെ ഉണ്ടായിരുന്നാലും ലക്ഷ്മിദേവി അവരിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും. വിവാഹം കഴിഞ്ഞതിനു ശേഷം സ്ത്രീകൾ മംഗല്യസൂത്രം, വളകൾ, കമ്മലുകൾ, മെറ്റികൾ, കൊലുസുകൾ എന്നിവ ഒരിക്കലും അഴിച്ചുമാറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഭർത്താവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ലക്ഷ്മി ദേവിയും അത്തരം വീട് വിട്ട് പുറത്തുപോകും. സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് നോക്കാൻ പാചകം ചെയ്ത ഭക്ഷണം രുചിക്കും. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് നൈവേദ്യമായി വെക്കണം. എച്ചിൽ ഭക്ഷണം ഒരിക്കലും ദൈവത്തിന് നൈവേദ്യമായി വെക്കരുത്. സ്ത്രീകൾ നേരത്തെ ഉറങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഏത് സ്ത്രീകളാണോ ഉറങ്ങാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അവർ കൂടുതൽ ഉറങ്ങും. അവിടെ രാഹു, കേതു, ശനി എന്നിവരുടെ ദൃഷ്ടി പതിയും. ഏത് സ്ത്രീകളാണോ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവരോട് ദേവി ദേവതകളും കോപം പ്രകടിപ്പിക്കും. അതിനാൽ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഉറങ്ങാവൂ. അമിതമായി ഉറങ്ങുന്നത് പണനഷ്ടത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുപോലെ സ്ത്രീകൾ രാത്രി ഉറങ്ങാൻ കിടന്ന ശേഷം നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ മോശം വാക്കുകൾ സംസാരിക്കുന്നതിലൂടെ ആ നെഗറ്റീവ് ശക്തികൾ ആകർഷിക്കപ്പെടും. അവ നിങ്ങളുടെ കണ്ണുകളിലേക്ക് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും. ഉറങ്ങുന്നതിനു മുമ്പ് എപ്പോഴും നല്ല ചിന്തകളോടെ ഉറങ്ങണം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയും നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഉണരാൻ ശ്രമിക്കുക. കാരണം ആ ദിവസങ്ങളിൽ വൈകി ഉണരുന്നവരെ എല്ലാ ദോഷങ്ങളും ബാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ സ്ത്രീകൾ വളരെ നേരത്തെ ഉണരണം. തെക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് തല വെച്ച് ഉറങ്ങുന്ന സ്ത്രീകളുടെ കുടുംബം മുഴുവൻ ഐശ്വര്യത്തോടെ ഇരിക്കും. ആ വീട്ടിലേക്ക് ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധമായി വരും. ഭർത്താവ് പുറത്തുപോയ ഉടൻ വാതിലുകൾ അടയ്ക്കുക. വീട്ടിൽ വന്ന് തുടയ്ക്കുന്നത് പോലുള്ള ജോലികൾ ചെയ്യരുത്. ഭർത്താവ് ജോലിയുടെ ആവശ്യത്തിനായി പുറത്തു പോകുമ്പോൾ ഭാര്യ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വീട്ടിലുള്ളവരോട് അടുക്കടി ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യരുത്. ഭർത്താവ് പുറത്തു പോയ ഉടൻ വാതിൽ വൃത്തിയാക്കരുത്. അതുപോലെ ഭർത്താവ് പുറത്തു പോകുമ്പോൾ കൈകളിൽ വളകളും നെറ്റിയിൽ പൊട്ടും ഇല്ലാതെ ഭർത്താവിനെ
യാത്രയാക്കരുത്. ഭർത്താവ് പുറത്ത് പോയ ഉടൻ അരി, ഉപ്പ്, പുളി, മഞ്ഞൾ, പഞ്ചസാര എന്നിവ കടം കൊടുക്കുകയോ ചോദിക്കുകയോ ചെയ്യരുത്. ആർത്തവകാലത്തുള്ള സ്ത്രീകൾ ദൈവവിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ പുണ്യമായ സ്ഥലങ്ങളെയോ തൊടരുത്. ആർത്തവ കാലത്തുള്ള സ്ത്രീകൾ പൂജ മുറിയിൽ പ്രവേശിക്കരുത്. ദൂരയാത്രകൾ ചെയ്യുന്നതും നല്ലതല്ല. ഏത് സ്ത്രീയാണോ തന്റെ ഭർത്താവിനെ നിഷേധിച്ച് അന്യപുരുഷനുമായി ബന്ധം പുലർത്തുന്നത്, അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ദൈവങ്ങൾ ഉണ്ടാകില്ല. ഇത് മനസ്സിന്റെ സമാധാനം കുറയ്ക്കുകയും ആ വീട്ടിൽ ലക്ഷ്മി ഒഴിഞ്ഞുപോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഉള്ള സ്ത്രീ താമസിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും ഉണ്ടാകില്ല. ദാരിദ്ര്യ ദേവി ഉണ്ടാകും. ദാരിദ്ര്യം താണ്ഡവമാടും. സ്ത്രീകൾ ഈ ഭാഗം വീണ്ടും വീണ്ടും തൊട്ടാൽ ഭിക്ഷക്കാരനും കോടീശ്വരൻ ആകും. ഓരോ ദിവസവും രാത്രി അല്പവും നാണമില്ലാതെ സ്ത്രീ ശരീരത്തിലെ ഈ ഭാഗം തൊട്ടാൽ അളവറ്റ സമ്പത്ത് സമ്പാദിക്കാം. സ്ത്രീ ശരീരത്തിലെ ഈ ഭാഗം ആര് തൊട്ടാലും അല്ലെങ്കിൽ അമർത്തിയാലും അവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കും. അവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കും. കൂടാതെ സ്ത്രീയുടെ ആ ഭാഗം എന്താണെന്ന് ഇപ്പോൾ നാം ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. മുൻപ് ധർമ്മപുരി എന്ന ഗ്രാമത്തിൽ ഒരാൾ താമസിച്ചിരുന്നു. അവന്റെ ഭാര്യ എല്ലാ കാര്യങ്ങൾക്കും അവനുമായി വഴക്കിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവന്റെ വീട്ടിൽ ദാരിദ്ര്യം താണ്ഡവമാടി. കഴിക്കാൻ പോലും ഭക്ഷണമില്ലാതെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവൻ. ഒരു ദിവസം അവൻ കാട്ടിലേക്ക് പോയി. ആ വഴിയിൽ ഒരു യോഗിയെ കണ്ടുമുട്ടി. ഉടൻ തന്നെ ആ വ്യക്തി ആ യോഗിയുടെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുന്നു. നിനക്കെന്തു പറ്റി? നീയെന്തിനാണ് കരയുന്നത് എന്ന് ആ യോഗി ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഓ ഗുരുവേ, എന്റെ ഭാര്യ എന്നോട് ഓരോ കാര്യത്തിലും വഴക്കിടുന്നു. ഈ വഴക്കുകൾ കാരണം ഞാൻ ചെയ്തിരുന്ന ചെറിയ ജോലിയും അടച്ചുപൂട്ടി. ആ ജോലി അടച്ചുപൂട്ടിയതുകൊണ്ട് എന്റെ കയ്യിൽ പണമില്ലാതെ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ വീടുവിട്ട് പുറത്തിറങ്ങി അങ്ങയുടെ അടുക്കൽ വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആ യോഗി പറഞ്ഞു, എന്റെ മകനെ, നീ കരയരുത്. ഇപ്പോൾ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. അത് നിന്റെ ഭാഗ്യം മാറ്റിമറിക്കും. നീ ചെയ്യേണ്ടത് ലജ്ജിക്കാതെ നിന്റെ ഭാര്യയുടെ ഈ ഭാഗം അമർത്തുക മാത്രമാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണക്കാരനാകാം. ഒരു പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിലെ ഈ ഭാഗം തൊട്ടാലോ അല്ലെങ്കിൽ ചുംബിച്ചാലോ ഒരിക്കലും പണത്തിന് കുറവുണ്ടാകില്ലെന്ന് ആ യോഗി പറഞ്ഞു. അപ്പാ, ഒരു ചെറിയ കഥയിലൂടെ സ്ത്രീ ശരീരത്തിലെ ഏത് ഭാഗത്ത് തൊട്ടാൽ നമുക്ക് നല്ലത് നടക്കും എന്ന് പറയാൻ പോകുന്നു എന്ന് ആ യോഗി കഥ പറയാൻ തുടങ്ങി. ഒരു നഗരത്തിൽ ഒരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവർ ഇരുവരും വളരെ സ്നേഹത്തിലായിരുന്നു. അവർ ഒരു വഴക്കും കൂടാതെ വളരെ ഇണക്കത്തോടെ ജീവിച്ചു വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും താമസിച്ച് തന്റെ അനുഗ്രഹങ്ങൾ നൽകി വന്നത്. നിങ്ങളുടെ ഇരുവരുടെയും സ്നേഹത്തെയും ഇണക്കമുള്ള ജീവിതത്തെയും കുറിച്ച് അയൽവാസികൾ പോലും സംസാരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഈ വിവരം ആ നഗരത്തിലെ രാജാവിന്റെ അടുത്തെത്തി. ആ രാജാവും ഇവരെ വളരെ അഭിനന്ദിച്ചു. ഒരിക്കൽ ആ രാജാവ് നഗരത്തിലെ എല്ലാ ആളുകളും വീട്ടിൽ ഒരു വിളക്ക് കൊളുത്തണമെന്ന് പറയുന്നു. അപ്പോൾ ആ രാജാവിന്റെ ഭാര്യ, മഹാരാജാവേ, ആളുകൾ എല്ലാവരും അവരുടെ വീട്ടിൽ എന്തിനാണ് വിളക്ക് കൊളുത്തേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ രാജാവ് ഈ വിളക്ക് സ്നേഹത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നു. ആരുടെ വീട്ടിലാണോ ഈ വിളക്ക് കൊളുത്തുന്നത് അവരുടെ വീട്ടിൽ എപ്പോഴും സ്നേഹമുണ്ടാകും. ഒരു നഗരത്തിൽ താമസിക്കുന്ന ഒരു വ്യാപാരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള സ്നേഹം പോലെയുള്ള സ്നേഹം നമ്മുടെ രാജ്യത്തുള്ള ഓരോ ഭാര്യാഭർത്താക്കന്മാർക്കും ഇടയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അതുകൊണ്ടാണ് ആ ദമ്പതികളുടെ സ്നേഹത്തിന്റെ പ്രതീകമായി ഇന്ന് ഓരോ വീട്ടിലും ഒരു വിളക്ക് കൊളുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ന് മഹാരാജാവ് പറയുന്നു. ആജ്ഞപ്രകാരം നഗരത്തിലെ ആളുകളെല്ലാം അവരുടെ വീടുകളിൽ വിളക്കുകൾ കൊളുത്തുന്നു. എന്നാൽ അർദ്ധരാത്രിയായപ്പോൾ എല്ലാവരുടെയും വീടുകളിലെ വിളക്കുകൾ അണഞ്ഞുപോയി. എന്നാൽ ആ വ്യാപാരിയുടെ വീട്ടിൽ മാത്രം വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. കാരണം വിളക്ക് സ്നേഹത്തിന്റെ പ്രതീകമായതുകൊണ്ട് വ്യാപാരിയുടെ ഭാര്യ എപ്പോഴും വിളക്ക് കൊളുത്തി അവൾ സൂക്ഷിക്കും. ഒരു ദിവസം സംഭവിച്ചത് എന്തെന്നാൽ രാജാവും രാജ്ഞിയും കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് തങ്ങളുടെ നഗരത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവും രാജ്ഞിയും നോക്കിയപ്പോൾ അവരുടെ രാജ്യമാകെ ഇരുട്ടിൽ മുങ്ങിയിരുന്നു. എന്നാൽ വ്യാപാരിയുടെ വീട്ടിൽ മാത്രം വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ മഹാരാജാവ് മഹാറാണിക്ക് നേരെ നോക്കി പറഞ്ഞു, നോക്കൂ മഹാറാണി, വ്യാപാരിക്കും അവന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള സ്നേഹം എത്ര ഉറപ്പോടെ പ്രകാശിക്കുന്നു. മറ്റെല്ലാവരുടെയും വീട്ടിലെ വിളക്കുകൾ അണഞ്ഞുപോയി. ഇതിൽ നിന്ന് ആ വ്യാപാരിക്കും അവന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ മഹാറാണി മഹാരാജാവിനോട് വ്യാപാരിക്കും അവന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള സ്നേഹത്തിന് കാരണം വ്യാപാരിയുടെ ഭാര്യയായിരിക്കണം. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു ദാരിദ്ര്യവും ഇല്ലാതെ അവർക്കിടയിൽ സ്നേഹം നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. റാണി തീർച്ചയായും വീട്ടിൽ വ്യാപാരി ബുദ്ധിശാലിയായിരിക്കും. അതുകൊണ്ടാണ് അവർക്കിടയിൽ സ്നേഹം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ റാണി വ്യാപാരിയുടെ ഭാര്യയാണ് ബുദ്ധിശാലി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഇരുവരും കുറച്ചുനേരം വഴക്കിടുന്നു. കുറച്ചുനേരത്തിനു ശേഷം മഹാരാജാവ് മഹാറാണിയോട്, നമ്മൾ ഇരുവരും ഇപ്പോൾ വഴക്കിടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുകൊണ്ട് ആ ഇരുവരെയും പരീക്ഷിച്ചുകൂടാ? ആ പരീക്ഷയിൽ ആര് വിജയിക്കുന്നുവോ അവരാണ് ബുദ്ധിശാലികൾ, മറ്റും ശുദ്ധമായ മനസ്സുള്ളവരാണെന്ന് അറിയാം എന്ന് പറഞ്ഞു. മഹാറാണിയും അതിന് സമ്മതിച്ച് അവരെ പരീക്ഷിക്കാൻ തയ്യാറാകുന്നു. രാജാവ് ഒരു ദാസിയെ വിളിച്ച്, ഞാൻ നിന്നോട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ നീ ഉടൻ ആ വ്യാപാരിയുടെ അടുത്ത് ചെന്ന് അവനോട് ചോദിക്കാൻ പറയും. ആ സേവികയും ശരി എന്ന് പറഞ്ഞ് വ്യാപാരിയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് വ്യാപാരിയുടെ ഭാര്യ ചില സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയിരുന്നു. വ്യാപാരി തനിച്ചായിരുന്നു. അവിടെ വന്ന് രാജാവിന്റെ സേവകൻ, ഒരു വ്യാപാരി, ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്നു. മഹാരാജാവ് എന്നെ അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യാപാരി, നിങ്ങൾ വന്ന് വിഷയം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സേവകൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിച്ചാൽ മഹാരാജാവ് നിങ്ങൾക്ക് വളരെ വിലയേറിയ വജ്രങ്ങളും ആഭരണങ്ങളും നൽകുമെന്ന് പറഞ്ഞു. ആ വ്യാപാരി എന്താണെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം സമ്മതിച്ചില്ല. അതുകൊണ്ട് ആ വേലക്കാരി തിരിച്ചുപോയി നടന്ന് എല്ലാം രാജാവിനോട് പറഞ്ഞു. അപ്പോൾ മഹാറാണി വീണ്ടും ആ വേലക്കാരിയെ വിളിച്ച് അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ നീ വ്യാപാരിയുടെ ഭാര്യയോട് പറയണമെന്ന് പറഞ്ഞ് ആ വേലക്കാരിയെ വ്യാപാരിയുടെ ഭാര്യയുടെ അടുത്തേക്ക് അയക്കുന്നു. ആ വേലക്കാരി വ്യാപാരിയുടെ ഭാര്യയുടെ അടുത്ത് പോകുന്നു. ആ സമയത്ത് വ്യാപാരി വീട്ടിലുണ്ടായിരുന്നില്ല. ആ വേലക്കാരി വ്യാപാരിയുടെ ഭാര്യയോട് ഇങ്ങനെ പറയുന്നു, അമ്മേ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നാൽ റാണി തന്റെ രാജ്യത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാമെന്ന് പറയാൻ പറഞ്ഞു. അത്രമാത്രം. ആ വാക്കുകൾ കേട്ട വ്യാപാരിയുടെ ഭാര്യ, ഈ കരാറിന് ഞാൻ തയ്യാറാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ആ വേലക്കാരി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ആ വ്യാപാരിയുടെ ഭാര്യ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തുന്നത് നിങ്ങൾ കാണും. ഞാൻ എന്റെ ഭർത്താവിനെ കൊല്ലുമ്പോൾ ഞാൻ ഈ വിളക്ക് അണയ്ക്കും. ഈ സംഭാഷണം കേട്ട ആ വേലക്കാരി വീണ്ടും രാജാവിന്റെയും രാജ്ഞിയുടെയും അടുത്ത് പോയി നടന്ന് എല്ലാം പറഞ്ഞു. മഹാറാണി എപ്പോൾ ആ വ്യാപാരിയുടെ ഭാര്യയുടെ വാക്കുകൾ കേട്ടുവോ, അപ്പോൾ ആ രാജ്ഞിക്ക് ആ വ്യാപാരിയുടെ ഭാര്യയോട് വളരെ ദേഷ്യം വന്നു.
അപ്പോൾ മഹാരാജാവ് ഉടനടി തന്റെ സേവകരെ അയച്ചു. സേവകന്മാരെ, ഞങ്ങൾ നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമായി രാജ്യത്ത് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഉടനടി ആ വ്യാപാരിയുടെ അടുത്ത് പോയി നടന്നതെല്ലാം പറയുക എന്ന് കൽപ്പിക്കുന്നു. ആ ഉദ്യോഗസ്ഥരെല്ലാം ആ വ്യാപാരിയെ കണ്ട് നടന്നത് പറയാൻ പോയപ്പോൾ ആ വ്യാപാരി കൊല്ലപ്പെട്ടിരുന്നു. അവിടെ വെച്ച് ആ സൈനികർക്ക് ആ വ്യാപാരിയുടെ ഭാര്യയെ കണ്ടെത്തി. കുറച്ചു സമയത്തിനുള്ളിൽ ആ സൈനികർ വ്യാപാരിയുടെ ഭാര്യയും കൂട്ടി രാജകൊട്ടാരത്തിലേക്ക് വന്നു. അപ്പോൾ മഹാരാജാവ് ആ വ്യാപാരിയുടെ ഭാര്യയോട് ഇങ്ങനെ പറയുന്നു: നീ ഒരു അത്യാഗ്രഹിയാണ്. നിനക്ക് പണം എന്നാൽ ഇത്ര ഇഷ്ടമാണോ? പണത്തിനു വേണ്ടി നിന്റെ ഭർത്താവിനെയും കൊന്നുകളഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഇങ്ങനെ പറയുന്നു: മഹാരാജാവേ, ഞാൻ എന്റെ ഭർത്താവിനെ എപ്പോഴോ കൊന്നിരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഭർത്താവ് എന്നോട് വളരെ മോശമായി പെരുമാറി എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു: നിന്റെ ഭർത്താവ് അങ്ങനെയുള്ള ക്രൂരമായ കാര്യം എന്താണ് ചെയ്തതെന്ന് പറയൂ. ആ വ്യാപാരിയുടെ ഭാര്യ പറഞ്ഞു: എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ മൂക്കിന്റെ മുകളിൽ തന്റെ വിരൽ കൊണ്ട് ശക്തിയായി അമർത്തും. ഇത് കൂടാതെ എന്റെ ഭർത്താവ് മറ്റൊരു കാര്യവും ചെയ്യും. അത് എന്തെന്നാൽ എന്റെ ഭർത്താവ് എപ്പോഴും നാക്കുകൊണ്ട് എന്റെ ചെവിയുടെ പിൻഭാഗം തൊടും എന്ന് അവൾ പറഞ്ഞു. ഉടൻ രാജാവ് ചോദിച്ചു: അമ്മേ, നിങ്ങൾ വളരെ ദരിദ്രരായിരുന്നപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാണോ ചെയ്തത്? അപ്പോൾ വ്യാപാരിയുടെ ഭാര്യയില്ല, ഇങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്ന് രാജാവ് പറഞ്ഞു. ഇതോടെ കഥ അവസാനിച്ചു എന്ന് ആ യോഗി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ശ്രീയുടെ ശരീരത്തിലെ ഏത് ഭാഗം തൊട്ടാൽ ഐശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി, ഗുരുവേ, എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ശരി, ഇപ്പോൾ ഞാൻ നിനക്ക് വിശദമായി പറഞ്ഞുതരാം. ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് ഇങ്ങനെ പറയുന്നു. ആദ്യം ആ വ്യാപാരി തന്റെ ഭാര്യയോട് ചെയ്തത് എന്തെന്നാൽ തന്റെ വിരലുകൾ കൊണ്ട് തന്റെ ഭാര്യയുടെ മൂക്കിൽ പിടിക്കുക. ദാരിദ്ര്യം കാരണം കഷ്ടപ്പെടുന്നവർ തങ്ങളുടെ വിരലുകൾ കൊണ്ട് ഭാര്യയുടെ മൂക്കിൽ പിടിക്കണം. കാരണം ഒരു സ്ത്രീയുടെ മുകൾ ഭാഗം വളരെ മംഗളകരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഈ ജോലി ചെയ്യുന്നവർ ധനികരായി മാറും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. നോക്കൂ മകനെ, ആ വ്യാപാരി ചെയ്ത രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ആ വ്യാപാരി തന്റെ നാവുകൊണ്ട് ഭാര്യയുടെ ചെവിയുടെ ഭാഗത്ത് സ്പർശിച്ചു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കും. കാരണം സ്ത്രീയുടെ ചെവിക്ക് പിന്നിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നും അമിതമായ സമ്പത്ത് നേടാൻ കഴിയുമെന്നും ആ യോഗി ആ വ്യക്തിയോട് പറഞ്ഞത്. ആ വ്യക്തി യോഗിക്ക് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചുപോയി. യോഗി പറഞ്ഞതുപോലെ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വ്യക്തി പണം ആകർഷിക്കുന്നു. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ശ്രീ ലക്ഷ്മി ദേവിയുടെ പ്രതിഫലനം എങ്ങനെ ഈ വ്യക്തി ധനികനായോ അതുപോലെ നിങ്ങളും ചെയ്ത് പണം ആകർഷിക്കുക. നിങ്ങളും ഈ കാര്യം പിന്തുടർന്ന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുക. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യയോട് മുൻകൂട്ടി പൂർണ്ണമായി പറയുക. അതിനുശേഷം മാത്രം അത് ചെയ്യുക. സംഗീതം